അങ്ങനെ ശ്രീകലയുടെ പരാതി കിട്ടിയ സ്പോട്ടിൽ പോലീസുകാർ 2 ടീമായിട്ട് ദേവമംഗലം വീട്ടിലേക്കും ഗോമതി സ്റ്റോഴ്സിലേക്കും പോയി എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വരാൻ പോവുകയാണ്. അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉദയഭാനുവിനെയും ശ്രീകലയും കാണുമ്പോൾ അവിടെ വലിയൊരു പ്രശ്നം നടക്കാൻ പോകുന്നുണ്ട്. ബാലന്റെ കുടുംബവും ദേവിയുടെ കുടുംബവും തമ്മിൽ. അങ്ങനെ ആ പ്രശ്നങ്ങളുടെ ഇടയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കുമ്പോൾ ഇപ്പോൾ ശ്രീകല കംപ്ലൈന്റുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉദയഭാനു ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീകലേ, നീ എന്ത് ഭാവിച്ചാ, എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്, നീ കാര്യങ്ങളൊക്കെ മറന്നോ? പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ കടയിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന വീഡിയോ എങ്ങാനും ആ ആനന്ദ് പോലീസുകാരോട് കാണിച്ചു കൊടുത്താൽ അതോടെ കഴിഞ്ഞു, പിന്നെ ഞാൻ അകത്ത് കിടക്കേണ്ടി വരും. വാ ശ്രീകലേ, നമുക്ക് തിരിച്ചു പോവാം, പോലീസ് ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ, അയ്യോ മനുഷ്യ, ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. ആനന്ദ് ആ വീഡിയോയും എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്താൽ നിങ്ങൾ അകത്താകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അവർ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കയറി കംപ്ലൈന്റ് കൊടുക്കണം, എന്നാലേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ആവുള്ളൂ. ഇപ്പോൾ സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചു, ഗാർഹിക പീഡനമാണെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വലിയ വലിയ കേസാണ്. ആ കേസിനെയൊക്കെ ദേവമംഗലക്കാർ ഉറപ്പായിട്ടും പേടിക്കും. അതൊക്കെ പേടിച്ച് അവർ നമ്മുടെ കാലിൽ വീണ് കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടും. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് പറയാൻ പറ്റും. നമ്മുടെ മോളെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാൻ നമ്മൾ പറയും. അതോടുകൂടി ദേവിയുടെ പ്രശ്നവും തീരും, നിങ്ങളുടെ പ്രശ്നവും തീരും. ദേവി പിന്നീട് ദേവമംഗലത്ത് നല്ല ധൈര്യമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഇതിന് ശേഷം ഇപ്പോൾ പോലീസ് കേസൊക്കെ ആയതിനു ശേഷം അവർക്ക് ദേവമംഗലംകാർക്ക് നമ്മളോടും നമ്മുടെ മോളോടും ഒക്കെ ഒരു പേടിയും ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ ആ ആനന്ദ് നമ്മുടെ മോളെ ഉപേക്ഷിക്കും, ജീവിതകാലം മുഴുവൻ അവൾ നമ്മുടെ വീട്ടിലിരിക്കും. അതൊന്നും ഇല്ലാതാക്കാൻ ഇപ്പൊ ഇതൊരു വഴിയേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നിട്ട് ഒന്ന് മിണ്ടാതെ നിന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ശ്രീകല ഉദയഭാനുവിനെ വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ പോയി കരഞ്ഞ് ബഹളം വെച്ച് ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ഇൻസ്പെക്ടർ ഇവരെ വിളിച്ച് ഇരുത്തി സംസാരിക്കാൻ കേട്ടോ. എന്താ കാര്യമെന്ന് നിങ്ങൾ പറയുക, എന്നാലല്ലേ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, ഞങ്ങളെ രക്ഷിക്കണം മാഡം, ഞങ്ങളുടെ മൂത്ത മോളാണ് ശ്രീദേവി, അവളെ കല്യാണം കഴിപ്പിച്ചയച്ച വീട്ടിൽ അവൾക്ക് ഒരു മനസ്സമാധാനവും ഇല്ല. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ അവർ സ്ത്രീധനം ചോദിച്ച് ഞങ്ങളുടെ മോളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 100 പവന്റെ സ്വർണം അവർ ചോദിച്ചു, പിന്നെ കല്യാണമൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്തണമെന്നും പറഞ്ഞു. ഞങ്ങൾക്ക് അതിനൊന്നും കഴിവില്ല, ഞങ്ങളൊരു പാവപ്പെട്ട കുടുംബമാണ്. പക്ഷേ ലോൺ എടുത്തും കടം വാങ്ങിയും ഇല്ലാത്ത കാശുണ്ടാക്കിയൊക്കെ അവർ ചോദിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തു. എന്നിട്ടും പോരാന്ന് പറഞ്ഞ് ആ വീട്ടിൽ എന്താവശ്യമുണ്ടെങ്കിലും നീ പോയി നിന്റെ വീട്ടിൽ പോയി സ്വർണം എടുത്തുകൊണ്ട് വാ, പണം എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മോളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ സഹിച്ച് ഇത്രയും കാലം ഞങ്ങളുടെ മോൾ അവിടെ ജീവിച്ചു. അവസാനം ഇപ്പോൾ അവർ കുറച്ച് പണം ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല, ഞങ്ങളുടെ കയ്യിൽ ഇനി ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ നീ തിരിച്ച് നിന്റെ വീട്ടിലേക്ക് തന്നെ പൊയ്ക്കോന്നും പറഞ്ഞ് അവർ ഞങ്ങളുടെ മോളെ പുറത്താക്കി വാതിലടച്ചു മാഡം. അവിടെ നിന്ന് ഞങ്ങളുടെ മോളെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. ഇപ്പം അവൾ ഞങ്ങളുടെ വീട്ടിലാണ് ഉള്ളത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ വീട്ടുകാരോടും അവളുടെ ഭർത്താവിനോടും ഉള്ള അവളുടെ സ്നേഹത്തിന് ഒരു കുറവ് വന്നിട്ടില്ല മാഡം. ഇപ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവിടെ പോയി ജീവിക്കണമെന്നാണ് എൻ്റെ മോളുടെ ആഗ്രഹം. അതുകൊണ്ട് എൻ്റെ മോളുടെ ജീവിതം നിങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ സഹായിക്കണം, ആ ദേവമംഗലത്തുകാരോട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം, ഞങ്ങളുടെ മോളെ രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ, ആഹാ ഇത്രയും വലിയ അക്രമമൊക്കെ നിങ്ങളുടെ മോൾക്ക് ഉണ്ടായിട്ട് ഇതുവരെ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ്റ് ചെയ്യാത്തത് എന്താ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ ശ്രീകല പറയാണ്, ഞങ്ങൾ പറഞ്ഞല്ലോ മാഡം, ഞങ്ങളൊരു പാവപ്പെട്ട കുടുംബമാണ്, പോലീസിൽ പോകണം, കംപ്ലൈൻറ്റ് ചെയ്യണമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മോൾ അവിടെ സന്തോഷത്തോടെ കഴിഞ്ഞാൽ മതി എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ അവളുടെ അമ്മായിമ്മ അവളെ അടിച്ച് പുറത്താക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല, പോലീസ് അല്ലാതെ വേറൊരു തുണയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ശ്രീകല വേറൊരു കാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ മോളെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കി വാതിലടിക്കുന്ന വീഡിയോ ഞങ്ങളുടെ ഫോണിൽ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു കൊടുത്തേ എന്നും പറഞ്ഞ് ഉദയഭാനുവിനോട് പറയുന്നുണ്ട്. ഉദയഭാനു ആണെങ്കിൽ ആകെ വരണ്ടിരിക്കുകയാണ്. ഇവളെന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നത്, എന്തൊക്കെ നുണയാ ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ കറങ്ങി തിരിഞ്ഞ് അവസാനം ഉദയഭാനുവിൻ്റെ വീഡിയോ പുറത്ത് വരുമെന്നുള്ള പേടിയാണ് ഉദയഭാനുവിന്. അങ്ങനെ എന്തൊക്കെയാ ശ്രീകലയെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളോട് ആ വീഡിയോ കാണിക്കാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ അങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ശ്രീകല. അങ്ങനെ ഉദയഭാനു ആ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ദേവിയെ അവിടെ നിന്ന് പുറത്താക്കി വാതിലൊക്കെ അടിക്കുമ്പോൾ ആരും അറിയാതെ ശ്രീകലയും ഉദയഭാനുവും ചേർന്ന് അതൊരു വീഡിയോ ആക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ വീഡിയോ ഇൻസ്പെക്ടർക്ക് ശ്രീകല കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് തെളിവ്, ഞങ്ങളുടെ മോളെ അടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത്, അവരെ ഒന്ന് വെറുതെ വിടരുത് മാഡം, അവരെല്ലാവരെയും അറസ്റ്റ് ചെയ്യണം, ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ എന്തായാലും കംപ്ലൈൻറ്റ് എഴുതി കൊടുക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ ഇൻസ്പെക്ടർ പറയാണ്. അങ്ങനെ ശ്രീകല കംപ്ലൈൻ്റ് ഒക്കെ എഴുതി കൊടുക്കുന്നു. അങ്ങനെ ആരാ മോളെ പീഡിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഒരാളല്ല, അവളുടെ അമ്മായിയമ്മ ഗോമതി, അവളുടെ അമ്മായിച്ചൻ ബാലൻ, അവളുടെ ഭർത്താവ് ഞങ്ങളുടെ മരുമകൻ ആനന്ദ്, അവൻ്റെ പേരും എഴുതണം, പിന്നെ അവൻ്റെ അനിയന്മാർ ആകാശും ആര്യനും, പിന്നെ അനിയത്തി അനുശ്രീ, അനിയൻ്റെ ഭാര്യ മിത്ര, ഇത്രയും പേരാണ് പീഡിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ പേരും വരിയായിട്ട് കംപ്ലൈൻറ്റിൽ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. മീനുവിൻ്റെ പേരൊഴികെ. മീനുവിനോട് ചെയ്തൊരു കാരുണ്യമാണത്. അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ കംപ്ലൈൻറ്റ് കിട്ടിയല്ലോ, അപ്പോൾ പിന്നെ പോലീസുകാർ 2 ടീമായിട്ട് തിരിഞ്ഞിട്ട് ദേവമംഗലത്ത്
സ്ഥലത്തേക്കും ഗോമതി സ്റ്റോഴ്സിലേക്കും പോവാണ് എല്ലാവരും അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വരാൻ. എന്നിട്ട് അവിടെയൊക്കെ പോയി ഇങ്ങനെ അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മരുമോളല്ലേ ശ്രീദേവിയുടെ വീട്ടുകാർ സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചു എന്ന പേരിൽ നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, അതിനെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവരെല്ലാവരും പേടിക്കുകയാണ് കേട്ടോ. വീട്ടിൽ ഗോമതി ബാലനെ വിളിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് പോലീസുകാർ കൂട്ടിക്കൊണ്ട് വരികയാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ബാലനും ഗോമതിയും എല്ലാവരും തമ്മിൽ കാണുന്നത്. അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ബാലൻ ആകെ വിഷമമാവുന്നുണ്ട്. അങ്ങനെ ബാലനും എല്ലാവരും ചേർന്ന് പോലീസുകാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താ കാര്യമൊന്നും പോലും പറയാതെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു, എന്താ കംപ്ലൈന്റ്, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്, അതെങ്കിലും ഒന്ന് പറയണം മാഡം എന്നൊക്കെ പറയുമ്പോൾ മാഡം ഇങ്ങനെ പറയാണ് കേട്ടോ, പറഞ്ഞതല്ലേ നിങ്ങളുടെ മരുമോള് സ്ത്രീധനം ചോദിച്ച് നിങ്ങൾ പീഡിപ്പിച്ചതിന് ഇവിടെ വന്ന് കംപ്ലൈന്റ് തന്നിട്ടുണ്ട്, അതാണ് കാര്യം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയും എന്ന് പറഞ്ഞ് ശ്രീകലയും ഉദയഭാനുവിനെയും അവിടെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെ കാണുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഓ ഇവരുടെ പണിയാണോ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ആനന്ദിന് ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇവർ പറയുന്നത് വിശ്വസിച്ചിട്ടാണോ മാഡം ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വന്നത്, ഇവരൊക്കെ കള്ളന്മാരാണ് മാഡം, ഇവരെന്തൊക്കെ പറഞ്ഞത് എന്നിങ്ങനെ ആനന്ദ് ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ശ്രീകലയോട് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീകല ഇങ്ങനെ ബാലനെയും ആനന്ദിനെയൊക്കെ നോക്കിയിട്ട് കള്ളങ്ങൾ ഇങ്ങനെ വരിയായിട്ട് എടുത്തു വിടുകയാണ് കേട്ടോ. ഇവരാദ്യം സ്ത്രീധനം ചോദിച്ചു, 100 പവൻ സ്വർണം ചോദിച്ചു, അത് ചോദിച്ചു ഇത് ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കൊടുക്കാത്തതിന്റെ പേരിൽ ശ്രീദേവിയെ അവിടെ പട്ടിണി കിട്ടു, അടിച്ചു, പൂട്ടിയിട്ടു, പീഡിപ്പിച്ചു, ആ വീട്ടിലെ സകല ജോലിയും ചെയ്യിപ്പിച്ചു, അവളെ അപമാനിച്ചു. അവസാനം അവളുടെ കയ്യിൽ നിന്ന് ഇനി പണമൊന്നും കിട്ടില്ല എന്ന് ഇവർക്ക് മനസ്സിലായപ്പോൾ നൈസായിട്ട് ഞങ്ങളുടെ മോളെ അവിടെ നിന്ന് പുറത്താക്കി. ഇനിയിപ്പോൾ ഇവരുടെ മോനെ കൊണ്ട് നല്ല സ്ത്രീധനമൊക്കെ വാങ്ങിച്ച് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാനായിരിക്കും ഇവരുടെ പ്ലാൻ. ഒരു വിവാഹ തട്ടിപ്പ് തന്നെ നടത്തുകയാണ് മാഡം ഇവർ എന്നൊക്കെ പറയുമ്പോൾ ആനന്ദര് അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം, പോലീസ് സ്റ്റേഷനൊന്നും ഞാൻ നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ കിട്ടിയതെടുത്ത് അവരെ അടിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ ആനന്ദ്. അങ്ങനെ പോലീസുകാരെ ആനന്ദിനെ വഴക്ക് പറയാണ്, നിങ്ങൾ അവിടെ മിണ്ടാതെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കണ്ടില്ലേ മാഡം, നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞങ്ങളെ തല്ലി കൊല്ലാൻ വരുന്നത്, ഞങ്ങളുടെ മോളെ ഇവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ശ്രീകല ഇങ്ങനെ കരഞ്ഞ് അഭിനയിച്ച് ഉള്ള നുണകൾ മുഴുവൻ വിളിച്ച് പറയാണ് കേട്ടോ. അങ്ങനെ ഇവർ പറയുന്നതൊക്കെ പച്ച കള്ളമാണ് മാഡം, ഇതൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ ബാലനും കുടുംബവും ഗോമതിയും എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകലയും ഉദയഭാനുവും അവസാനം ഇങ്ങനെ പോലീസിനോട് ഇങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട് അല്ലേ, മാഡം ഞങ്ങൾ ഈ കേസ് പിൻവലിക്കാൻ തയ്യാറാണ്, പക്ഷേ ഇപ്പം ഞങ്ങളുടെ മോളെ ഉപേക്ഷിക്കുമെന്നും പറഞ്ഞ് ഡിവോഴ്സ് നോട്ടീസ് ഇവർ അയച്ചിട്ടുണ്ട്, ആ നോട്ടീസ് ഇവർ പിൻവലിക്കണം, പ്രശ്നങ്ങളൊക്കെ മറന്ന് ഞങ്ങളുടെ മോളെ തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം, അങ്ങനെയാണെങ്കിൽ ഈ കേസ് പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറാണ് മാഡം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളുടെ ജീവിതമാണ് വലുത് എന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി ഈ കേസൊക്കെ ഭയന്നിട്ട് ആനന്ദ് ദേവിയെ തിരിച്ചു വിളിക്കാൻ തയ്യാറാവോ? ശ്രീകലയുടെ മുമ്പിൽ ബാലൻ തോൽവി സമ്മതിച്ചിട്ട് നിങ്ങൾ ഈ കേസ് പിൻവലിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ തീരുമാനം എടുത്തിട്ട് അത് ആനന്ദരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പോവാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷേ ഇതിൽ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട് എന്നത് മാത്രം ക്ലിയർ ആയിട്ട് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇനി അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് കേസ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിന്റെ പിന്നാലെ പോകും. അങ്ങനെ പ്രശ്നം വളരെ വലുതാക്കിയതിന് ശേഷം ഇനി ഒരിക്കലും ആനന്ദ് ദേവിയെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യില്ല എന്നുള്ള ഒരു അവസ്ഥ വരുത്തി വെച്ചതിന് ശേഷം മാത്രമേ ദേവിക്ക് നല്ലൊരു ബുദ്ധി തോന്നാൻ പോകുന്നുള്ളൂ. അപ്പൊ അതുവരെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.